Hi, magic morning all. Yes, ma'am. Magic morning and ma'am and all. Magic morning. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, അപ്പോൾ തന്നെ വിഷു ആയിരുന്നു അല്ലെ. എല്ലാവരും നല്ലപോലെ വിഷു ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then ഇന്ന് നമ്മുടെ മൺഡേ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ബാബു സർ, Yes. ഈ ഒരു വീക്ക് മൺഡേ എല്ലാ മൺഡേ നോർമലി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക്കാണ് വരാറ്. അപ്പോൾ ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എങ്കിലും ഇതിൽ പുതുതായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ ഈ ഒരു മാജിക് കമ്മ്യൂണിറ്റി ഫോണ്ടും അതുപോലെ ടാബിൾ ടോക്ക് കമ്മ്യൂണിറ്റി ഫോണ്ടും ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള സേഫ് വാളപ്ര സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാബു സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് വാളപ്ര സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് മാജിക് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നലെ വിഷു പറയാൻ പറ്റാത്ത അവരോടൊക്കെ ഞാനൊരു ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ വിഷു പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുള്ള ഒരു ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യുക, ഹാപ്പി വിഷു എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇന്നത്തെ സെഷൻസ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ എല്ലാ മൺഡേയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും ഞാൻ ഒരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കാറുണ്ടെന്നാണ്. എല്ലാ ദിവസത്തിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് മിനിമം ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ഒരുപാട് ആളുകൾ ഹാപ്പി വിഷു വിഷ് ചെയ്തിട്ടുണ്ട്. മണി സാർ ഹാപ്പി വിഷു, മനോജ് സാർ, ഖില മാം, സുലേഹാബി, സാന്താകുമാർ, അതേപോലെ ബഷീർ സാർ, റോസിലിൻ ആന്റണി ആൻഡ് ഓൾ ഓഫ് യു ഹാപ്പി വിഷു വൺസ് അഗൈൻ. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷൻസ് എന്താണോ അതാണ് ശരിക്കും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക. അതായത് വാട്ട് യു തിങ്ക് യു ബിക്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇമോഷണലി പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എത്ര പേര്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേര് ആടുജീവിതം സിനിമ കണ്ട ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാം. ആടുജീവിതം സിനിമ കണ്ട ആളുകളൊന്ന് കമന്റ് ചെയ്യാം. ആരും കണ്ടില്ലേ? ഓക്കെ, ജയരാജ് സാറ് കണ്ടിട്ടുണ്ട്, റോസിലി മാം കണ്ടിട്ടുണ്ട്, സിന്ധു മാം കണ്ടിട്ടുണ്ട്, ഷമീറ കണ്ടിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഒക്കെ ആടുജീവിതം കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്ന ഇമോഷൻസ് എന്താണെന്ന് നോക്കുക. ആ ഫിലിം കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണോ ഇറങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഫിലിമിലെ ചില രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടോ? യെസ് ഓർണോ? യെസ്, സിന്ധു മാമിന്റെ മനസ്സിലൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഒരാൾ ആവേശം സിനിമ കാണാൻ വേണ്ടി പോവാണ്, ഒരാൾ ആടുജീവിതം കാണാനും പോയി, ഒരാൾ ആവേശം സിനിമ കാണാനും പോയി. ആവേശം സിനിമ കാണുന്നത് ഇറങ്ങുന്ന ആളുകളുടെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസും ആടുജീവിതം കണ്ടിറങ്ങുന്ന ആളുടെ ഇമോഷൻസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആവേശ സിനിമ കണ്ടിറങ്ങുന്ന ആൾ ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ഒന്നും കൂടെ അഡ്രിനാലിൻ റഷ് ചെയ്തിട്ടായിരിക്കും, കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും, കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഒരു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആടുജീവിതത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ആവേശത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് രംഗമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവുക? ആടുജീവിതത്തിലെ രംഗമായിരിക്കും, ആവേശത്തിലെ രംഗമായിരിക്കും. അപ്പൊ ആടുജീവിതത്തിലെ രംഗാണെന്നുണ്ടെങ്കിൽ പി എന്ന് ടൈപ്പ് ചെയ്യാം, ആവേശത്തിലെ രംഗാണെങ്കിൽ നിങ്ങൾ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഏത് രംഗമായിരിക്കും നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും? സുലഹാബി പറയുന്നു ഏന്ന് ടൈപ്പ്, ആടുജീവിതമായിരിക്കും. ഓക്കെ, രണ്ടും ആണ്, ആവേശത്തിന് ആണ്, ആടുജീവിതത്തിന്. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താണ് പി ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്, പൃഥ്വിരാജ് എഫ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ പറഞ്ഞെന്തായിരുന്നു, ആടുജീവിതമാണ് നിങ്ങൾ പി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഞാനിത് പറഞ്ഞത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞത്? കുറച്ച് ഇമോഷൻസ് പറഞ്ഞേ, ഒരു മനുഷ്യരുണ്ടാവുന്ന ഇമോഷൻസ് എന്ന് പറഞ്ഞേ. സങ്കടം, സന്തോഷം, ദേഷ്യം, സ്നേഹം, ഭയാനകമൊക്കെ ഉണ്ട്.
പിന്നെന്താ ഉള്ളത്? ഭയം, ഭയം, പിന്നെ സങ്കടം, സന്തോഷം, ദേഷ്യം, ഭയം, ഉം. പിന്നെ വിഷാദം, ഹാപ്പിനെസ് അല്ലെ, സാഡ്നെസ്, ഫിയർ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന തന്നെ ഡിസ്ഗസ്റ്റ്, ആങ്കർ, ദേഷ്യം, അതേപോലെ തന്നെ സർപ്രൈസ്, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നമുക്ക് അല്ലെ. ഒരുപാട് ഇമോഷൻസ്, എക്സൈറ്റ്മെന്റ്, ഗിൽട്ട്, പ്രൈഡ്, റിലീഫ്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പ്രധാന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്, സങ്കടം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കുന്നത്, സങ്കടം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ എന്നുള്ള ദിവസത്തിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കാം. അല്ലെങ്കിൽ ഇന്നലെ വിഷു ആണ്, അത് പോട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ നിങ്ങൾ എടുക്കുക. ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്, സങ്കടമാണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്, സങ്കടപ്പെടാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക. മോസ്റ്റ് കോമൺ മനുഷ്യന്റെ ലൈഫിൽ സന്തോഷമാണ് കൂടുതൽ ഉണ്ടാവുക, സങ്കടമാണ് കൂടുതൽ ഉണ്ടാവുക? നിങ്ങൾ പറയാം. ഹാപ്പിനെസ് ആണെന്നുള്ള ഒരു എക്സൻ ടൈപ്പ് ചെയ്യാം. അല്ലെ നിങ്ങൾക്ക് അറിയാം ആർക്കാണ്? പറഞ്ഞോളൂ, ആരും അൺമ്യൂട്ടഡ് പറഞ്ഞോളൂ. സുലേഹാബി പറയുന്നത് സങ്കടമാണ് കൂടുതൽ ഉണ്ടാവുക. ബഷീർ ഭായ് പറഞ്ഞത് മിക്സ്ഡ് ആയിരിക്കും അല്ലെ. മറ്റേ ഹിന്ദി പാട്ടുണ്ടല്ലോ, എന്താണ് പാട്ട്? സുഖ ദുഃഖ സംഗം അല്ലേ, ജിന്ദഗി സുഖ ദുഃഖ സംഗം എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ സങ്കടം കുറച്ച് ആളുകൾ സന്തോഷം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് സന്തോഷമാണ്. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% നമുക്ക് സന്തോഷവും 5% സങ്കടവും, അല്ലെങ്കിൽ 10% രീതിയിൽ നമ്മളെ സങ്കടപ്പെടുന്ന കാര്യം ഉണ്ടാവുക. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, വാത്സല്യം പോലുള്ള സിനിമ, ആകാശദൂത് പോലുള്ള സിനിമ, ഇതുപോലുള്ള സിനിമകൾ നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. കാരണം നിങ്ങൾ ഫീലിംഗ് കൂടുതൽ കൊടുക്കുന്നത്, അത് ഫീൽ ചെയ്യുന്നത് സങ്കടത്തിന്റെ കാര്യമായിരിക്കും. ഇപ്പൊ ഇന്നലെ എന്നുള്ള ദിവസത്തിൽ, ഇപ്പൊ ഇന്ന് എന്നുള്ള ദിവസത്തിൽ തന്നെ സന്തോഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇന്ന് എനിക്ക് എണീക്കാൻ സാധിച്ചു. ഹാപ്പി ആവാൻ ഏറ്റവും ഒറ്റ കാര്യം എന്താണ്? ഇന്ന് എനിക്ക് എണീക്കാൻ സാധിച്ചു, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡേ കിട്ടി. പിന്നെ എനിക്ക് ബെഡ്, കിടക്കുന്നതിന് ബെഡ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, എനിക്ക് എണീറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, കിസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സുകൾ ഉണ്ട്, സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് നോക്കാതെ നമ്മുടെ ഈ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. സോ അവിടെ നിങ്ങൾ ഈ ഇമോഷൻസിന് മാസ്റ്ററിങ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുക. സംഭവം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഇമോഷണൽ മാസ്റ്റർ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമോഷൻസിന് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. 6 സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല നമ്മുടെ സമയം വെച്ചിട്ട് എത്ര സ്റ്റെപ്പ് എനിക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളത്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം, എന്താണ് ഇമോഷൻസ്? വാട്ട് ഈസ് ഇമോഷൻസ്? എന്താണ് ഇമോഷൻസ് എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സങ്കടമാണ്, കാര്യങ്ങളാണ്, ഓക്കെ. എന്താണ് ആ സംഭവത്തിൽ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുക? വികാരങ്ങളാ. എന്താണ് വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പുതിയ ആളുകൾ കാണുന്നുണ്ട്, ഒരുപാട് പുതിയ ആളുകളുണ്ട്. ഇപ്പൊ സബിത ദാസ്, അങ്ങനെ ചില ആളുകൾ കാണുന്നുണ്ട്. ചില ആളുകൾ എന്താ ക്ലാസ് കേൾക്കാൻ വന്നിട്ട് ഇവിടെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു മെത്തേഡ്സ് അങ്ങനെയാണ്. ഒരു ഡിസ്കഷൻ മോഡിലാണ് ക്ലാസ് പോകുക എന്നുള്ളതാണ്. സോ വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതി. യെസ്, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ പ്രതികരിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു രീതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ വികാരങ്ങളോട് നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ള രീതി. ഓക്കെ, ഞാൻ ഈ അടുത്തിടെ ഒരു 2 പ്രാവശ്യം കൊണ്ടോട്ടിയിലെ ഒരു സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യം വന്നു. ഒരു തവണ പോയപ്പോൾ അവിടെ ഡോറ് തുറന്നിരുന്ന ആള്, അതായത് ഞാൻ അങ്ങനെ ചെല്ലുമ്പം ഒരു സെക്യൂരിറ്റിക്കാരൻ എന്നോട് ഡോർ തുറന്നു. അപ്പൊ അയാൾ ഡോർ തുറന്നു തരുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് ഡോർ തുറന്നപ്പോൾ എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഡോർ എന്നിട്ട് വെൽക്കം എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു അവർ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഡോർ തുറന്നു. ആ പ്രസന്റ് മൊമെന്റിൽ എനിക്കുണ്ടായിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തോട് കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ എങ്ങനെയായിരിക്കും?
അതാണ് എൻ്റെ അപ്പുറത്തെ ഇമോഷൻസ്. ഇപ്പൊ ഞാനും അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ ഷോപ്പിലേക്ക് എൻ്റർ ആയി. അപ്പൊ ആ പ്രസന്റ് മൊമെന്റിൽ ഞാൻ അതിനോട് പ്രതികരിക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കും അല്ലേ? ഇതേ സ്ഥാപനത്തിൽ, ഇതൊരു എക്സാമ്പിൾ ആട്ടോ, കൊണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമില്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സ്ഥാപനം ഉണ്ട്, ഇത് എനിക്ക് റിയൽ സംഭവിച്ചതല്ല. ഇതേ സ്ഥാപനത്തിൽ ഞാൻ വീണ്ടും ഒരു തവണ ചെന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ആ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് എന്നോട് റഷായിട്ട് പെരുമാറി. ഓക്കെ, നീ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടൂടെ, അങ്ങോട്ട് ഒതുക്കിയിട്ടൂടെ, ഇങ്ങോട്ട് ഒതുക്കിയിട്ടൂടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻട്രി ചെയ്തപ്പോൾ ഇതേ ഡോറിന്റെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ ഡോറ് എനിക്ക് തുറന്നു തന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ഡോറ് എന്ത് ചെയ്തു, പിന്നെ നോക്കിയ സമയത്താണ് അയാൾ എന്ത് ചെയ്തത്, ഡോറ് തുറന്നത്. അപ്പൊ എനിക്കുണ്ടാവുന്ന ഇമോഷൻസ് എന്തായിരിക്കും? മുന്നേ ഉണ്ടായിരിക്കുന്ന അതേപോലെ തന്നെ ഇമോഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് മുന്നേ ഉണ്ടായിരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും, അതോ ഡിഫറെന്റ് ആയിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇൻസിഡന്റ് ആണ്, ആ ഇൻസിഡന്റിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എനിക്ക് വേണമെങ്കിൽ അതിനെ ബാഡ് ആയിട്ട് എടുക്കാം, നല്ലതായിട്ട് എടുക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഇമോഷൻസ്, അല്ലെ മീനിങ് ഇമോഷൻസ് ലൈഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണ്, ഒരു മൊമെന്റ് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഈ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രസന്റ് മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത്? വി ആർ ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ് പഠിക്കാനുണ്ട്. ഡാനിയൽ ഗോൾമാന്റെ ഒരു വലിയൊരു സബ്ജക്റ്റാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ. ഇപ്പോ ഒരു കമ്പനി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരാളുടെ ഇന്റലിജൻസ് അല്ല, അതായത് കൊഗ്നിറ്റീവ് ഇന്റലിജൻസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്താ നോക്കുന്നത്? ഇമോഷണലി അയാൾക്കൊരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു IIT പഠിച്ചിട്ട് ഏറ്റവും റാങ്ക് ഹോൾഡർ ആയിട്ട് ഔട്ട് ചെയ്ത ഒരാളായിരിക്കും, പക്ഷെ എനിക്കൊരു സിറ്റുവേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതായിരിക്കും എൻ്റെ സക്സസ് നിർണ്ണയിക്കുന്നത്. അവിടെ എൻ്റെ അക്കാഡമിക് സക്സസ് ആയിട്ട് നിർണ്ണയിച്ചിട്ടുണ്ടാവാം. അക്കാഡമിക് സക്സസിന്റെ അപ്പുറത്തേക്ക് അയാൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും, അയാൾ ആ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം അയാളുടെ പേഴ്സണൽ ലൈഫിലും കമ്പനിയിലും ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു കമ്പനി നോക്കുന്നത്. ഒരു പാർട്ണറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ മക്കളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവായിട്ട് കാര്യമല്ല, അതിന് കുറച്ച് സിഗ്നൽസ് ഉണ്ടാവും. ആ സിഗ്നൽസിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾക്ക് ഒരു ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ ചെയ്യേണ്ടത് ഐഡന്റിറ്റി ചെയ്യാന്നുള്ളതാണ്. ഐഡന്റിറ്റി ചെയ്യുക. എന്താണ് ഐഡന്റിറ്റി ചെയ്യാന്ന് പറഞ്ഞാല്? ഐഡന്റിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കൊണ്ടാണ്, അതായത് ആ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആവാം, അതേപോലെ തന്നെ സാഡ്നെസ് ആവാം, അതേപോലെ തന്നെ ചിലപ്പോൾ ദേഷ്യമാവാം, ചിലപ്പോൾ നമുക്ക് നമ്മളെ മൈൻഡ് ചെയ്യാത്തൊരു ഫീലിംഗ് ആവാം. എന്തുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഇമോഷൻസ് ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് കരുതുക. ഞാനിവിടെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ ഹാളില് എൻ്റെ മോൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ TV എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അവനോട് പറഞ്ഞു, എടാ മോൻ അവിടെ ഒരു ബുക്ക് ഉണ്ട്, ബുക്ക് എടുത്തു പോകാന്ന് പറഞ്ഞു. ആദ്യ തവണ പറഞ്ഞു, TV പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്ന അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ തവണ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, അപ്പോഴും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ തവണ ആയപ്പോൾ എൻ്റെ വോയിസിന്റെ സൗണ്ട് കുറച്ചും കൂടെ ഒന്ന് കൂടി. 4ാം തവണ ആയപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ ദേഷ്യപ്പെടാന് കാരണം എന്തായിരിക്കും? കാരണം എന്താണ്? അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുമ്പോൾ അവനോട് ദേഷ്യപ്പെടാനുള്ള യഥാർത്ഥ കാരണം, അവനവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനെന്താണ് ആ പേന എടുത്ത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ മോനല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കണ്ടേ എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും ഞാൻ ദേഷ്യപ്പെടാനുള്ള കാരണം. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇനി ഇതേ സംഭവം നേരെ തിരിച്ച് അവന്റെ കാഴ്ചപ്പാട് ചിന്തിച്ചു നോക്കി. അപ്പൊ അങ്ങനെ വരിക,
അവന്റെ കാഴ്ചപ്പാടൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കാം. മോന്റെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും? ഞാൻ ടി വി കാണുവല്ലേ, അച്ഛൻ അങ്ങോട്ട് പോയി എടുത്താ എന്താ? അതെ, ഞാൻ ടി വി കാണല്ലേ, അച്ഛൻ എന്താ അപ്പൊ അത് അവിടുന്ന് എണീറ്റ് വന്നിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അച്ഛന്റെ ബുക്കല്ലേ, അത് അച്ഛന്റെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ അല്ലേ? ആക്ച്വലി ഇതിന്റെ പ്രശ്നം നോക്കുമ്പോൾ എന്തായിരിക്കും? ഞാൻ ഈ ക്ലാസ് നടക്കാൻ പോകുന്നതിന്റെ അരമണിക്കൂർ മുമ്പോ 10 മിനിറ്റ് മുമ്പോ ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻ ഇരുന്നിട്ടുണ്ടാവുക. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി ആയിരിക്കും, അത് ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻസിനെ ഞാൻ കൊണ്ടുപോയിട്ട് അവന്റെ മുന്നിൽ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കുന്ന രീതി ആയിരിക്കും അവിടെ ഉണ്ടാവുക. പല സമയത്തും ഒരാളുടെ ഇമോഷൻസ് അയാൾ പ്രകടിപ്പിക്കുമ്പോൾ ആക്ച്വൽ റീസൺസ് കൊണ്ടല്ല അയാൾ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസിൽ കറക്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും എന്താണ് എൻ്റെ പ്രശ്നം, ശരിക്കും എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് മാത്രമല്ല, സങ്കടം വരുമ്പോഴും ബാക്കിയുള്ള സങ്കടം വരുമ്പോഴും ഒറ്റപ്പെടൽ വരുമ്പോൾ ഒക്കെ ഇതൊക്കെ ഒരു സിഗ്നൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഒരു സിഗ്നൽ അതിലുണ്ടാവും. എന്ന് പറഞ്ഞാല് ഇഫ് ദർ ഇസ് എൻ ആക്ഷൻ ദർ ഇസ് എൻ റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ഒരു സിഗ്നൽ അതിനുണ്ടാവും. നിങ്ങൾക്ക് വരാനുള്ളതിന്റെ ആ റൂട്ട് കോസ് എന്താണ്, എന്തുകൊണ്ടായിരിക്കും? ഇതിൽ നമ്മളിങ്ങനെ ഒരു മാസ്റ്റർ ചെയ്യണം, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ട സംഭവമാണ്. എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്? വാട്ട്സ് ദ റീസൺ? അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് തന്നെയാണ് 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാവും, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഒന്നും കൂടെ ക്ലാരിറ്റി കൊടുക്കുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ എന്താണ് എൻ്റെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനൊന്ന് ക്ലാരിഫൈ കൊടുക്കുക. അതായത് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്രിഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് എന്ത് മെസ്സേജസ് ആണ് നമുക്ക് തരുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ക്രൂഷ്യലായിട്ട് എനിക്ക് പെരുമാറും എനിക്ക് ഉണ്ടാവുന്നത്, എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട്. ഞാനതൊന്നൊരു എക്സാമ്പിളോടെ എല്ലാം കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. മൂന്നാമത്, നിങ്ങൾക്ക് ഇതുണ്ടാകുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാവും. ഓക്കെ, ശരിക്ക് എന്ത് ഇമോഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് ചിലപ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് ബാഡ് ആയിരിക്കാം, ഗുഡ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടത്, ഇപ്പോൾ ഒരാള് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാണ്, അയാൾ ആദ്യം ചോദിക്കേണ്ടത് എന്ത് ഇമോഷൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഇമോഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എപ്പോഴും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മൂഡ് ചേഞ്ച്. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങളൊക്കെ മൂഡ് ചേഞ്ച് ഉള്ള ആളുകളാണോ? അല്ലേ? മൂഡ് ചേഞ്ചസിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. മൂഡ് ചേഞ്ച് ഉണ്ടാവുന്ന ആളുകളൊന്ന് എസ് കമന്റ് ചെയ്ത്. മൂഡ് ചേഞ്ച് ഉണ്ടാവുന്ന ആളുകൾ മൂഡ് ചേഞ്ചേ ഉള്ളൂ. മൂഡ് ചേഞ്ചേ ഉള്ളൂ. ഓക്കെ, ഈ മൂഡ് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് മൂഡ് ചേഞ്ച് ആവും. കാരണം എന്താ? നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ഈ എൻവയോൺമെന്റിൽ കണക്റ്റഡ് ആണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ കണക്റ്റഡ് ആണ്. പക്ഷെ എൻ്റെ ഇമോഷൻസിന് എനിക്ക് ബഷീർ സാറിന്റെ ഇമോഷൻസോ എൻ്റെ ഭാര്യന്റെ ഇമോഷൻസോ എൻ്റെ മക്കളുടെ ഇമോഷൻസോ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? നമ്മൾ ഏത് മൈൻഡ് മാസ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും ഏത് ഹിപ്നോട്ടിസം പഠിച്ചു കഴിഞ്ഞാലും അയാളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരാളുടെ ഇമോഷൻസിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ ആദ്യം ചോദിക്കേണ്ട സംഭവം എന്താണ് ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്നത്? എന്ത് കാര്യമാണ് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം? എന്താണ് ഇമോഷൻസ്? ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. ആ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ ക്യൂരിയസ് ആയിരിക്കുക. ഓക്കെ, രണ്ടാമത് ചോദിക്കുന്നത് എന്ത് വികാരങ്ങളാണ് ഈ ഇമോഷൻസ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഈ ഒരു ഇതിന്റെ ഒരു റീസൺ എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് വിശ്വാസങ്ങളാണ്, ഏത് വിശ്വാസത്തിനാണ് എനിക്ക് ഇമോഷൻസ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. അപ്പോ നമ്മളുടെ ഇമോഷൻസും അതേപോലെ തന്നെ വിശ്വാസവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങാണ്.
ഇറങ്ങാനും വേണ്ടി ഇങ്ങനെ റെഡി ആവുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാള് വിളിച്ചു. ഓക്കെ, പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചു. ഞാനിവിടെ ഇറങ്ങുകയാണ്, അപ്പൊ വൈഫ് ആരോ പിന്നെ എന്നൊന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് വിളിച്ചു. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ഇതൊരു നമ്മളുടെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ കരന്നു നിന്നിട്ടുണ്ടാവും. എന്താണ്, ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോ പൂർവികർ പഠിച്ചിട്ടുണ്ടാവും ആ ദിവസം പോക്കാണ്. ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്യാണ്, രാവിലെ കടയൊക്കെ തുറന്നിരിക്കുകയാണ്, ഫസ്റ്റത്തെ ആൾ തന്നെ അയാളോട് കടം മേടിച്ചു പോയി അല്ലേ? ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ 1 മൈലിനെ കണ്ടു കഴിഞ്ഞാൽ സങ്കടമായിരിക്കും, 2 മൈലിനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും പറഞ്ഞിട്ട് നമ്മൾ ആരോ പഠിപ്പിച്ച സംഭവങ്ങളാണ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ വിശ്വാസം, നമ്മളെ ഈ ഇമോഷൻസ് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ആ വിശ്വാസങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാവും. ആ വിശ്വാസങ്ങൾക്ക് കാരണം അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്, വാട്ട് യു ബിലീവ് ഇറ്റ്സ് ട്രൂ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സത്യമാണെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ കരുതാണ് എൻ്റെ ലൈഫിൽ ഇന്ന കാര്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഇവരെ കണ്ടു, ഇന്ന് എൻ്റെ ദിവസം പോക്കാണ്. ഇങ്ങനെ ഇത് ഞാൻ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ ഈ ഇമോഷൻസിന് ഉണ്ടാവുന്ന വിശ്വാസങ്ങൾ എന്തെല്ലാമാണ്, ഏത് വിശ്വാസമാണ് നിങ്ങൾ ആ ഇമോഷൻസിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് എനിക്ക് ഇമോഷൻസിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞു നിർത്തും. എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഇമോഷൻസിന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇത് എന്ത് പാഠമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ദേഷ്യം എന്ന് പറയുന്ന വികാരമുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്ത്, എനിക്ക് നല്ല ദേഷ്യമാണ്, ഞാൻ മക്കളോടാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണ് പെട്ടെന്ന് എന്ത് ചെയ്യും, ദേഷ്യപ്പെടും. അങ്ങനത്തെ ആളുകൾ ഇതിലൊക്കെ ദേഷ്യമില്ലാത്ത ആളുകളാണോ? ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ ആദ്യം പറയാം, ഞാൻ ദേഷ്യപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ദേഷ്യം നല്ലതാണോ ചീത്തയാണോ? ദേഷ്യം എന്ന് പറയുന്ന വികാരം നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്. അഖില ഞാൻ പറയുന്നത് ചീത്തയാണ്. വേറെ, ദേഷ്യം എന്ന് പറയുന്ന വികാരം നല്ലതാണ്. ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയാണ് ചീത്തയാവുന്നത്. ദേഷ്യം എന്ന് പറഞ്ഞ വികാരമല്ലേ നമുക്ക് ലൈഫിലൊന്നും നേടാൻ സാധിക്കില്ല. നിങ്ങളുടെ ഓരോ ഉയർച്ചയ്ക്ക് പിന്നിൽ നിങ്ങളുടെ ദേഷ്യം ഉണ്ടാവും, പക്ഷെ അതോട് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം ഒരു ദേഷ്യമാണ് അല്ലേ? സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം എന്താണ്? ദേഷ്യമാണ്. ഗാന്ധിജിനെ എന്ത് ചെയ്തു, ട്രെയിനിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഗാന്ധിജിക്ക് ഉണ്ടായിരിക്കുന്ന ദേഷ്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്. പക്ഷെ ദേഷ്യം പ്രകടിപ്പിച്ച രീതി വ്യത്യസ്തമായിരുന്നു എന്നതാണ്. ദേഷ്യം പ്രകടിപ്പിച്ച രീതി വ്യത്യസ്തമായിരുന്നു. ദേഷ്യം നല്ലതാണ്, കാരണം നമ്മളെ മക്കളൊക്കെ ഒരു തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടണം. പക്ഷെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയാണ് ചീത്ത. ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതി, ആ രീതിയാണ് നമ്മളിവിടെ മാറ്റേണ്ടത്. അപ്പൊ ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, ശരിക്കും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റ്? ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഏത് വികാരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എന്ത് വിശ്വാസങ്ങളാണ് എൻ്റെ ഈ വികാരങ്ങളെ വളർത്തുന്നത്? ഏത് പ്രവർത്തനോട് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് എനിക്കിന്ന് പിന്നെ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു സിറ്റുവേഷൻസ് വന്നു. ആ വലിയ സിറ്റുവേഷൻസ് വന്ന സമയത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കും, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ ഓവർകം ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ PPT കാണാൻ സാധിക്കുന്നുണ്ടോ? PPT ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുള്ളൂ. ഓക്കെ, 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ. 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത്, ഐഡന്റിഫൈ, നിങ്ങൾ പ്രോബ്ലത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. 2 അതിനെ അപ്രിഷിയേറ്റും ക്ലാരിറ്റിയും പറഞ്ഞു. 3 ഗെറ്റ് ക്യൂരിയസ്, അതിന് 4 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രോ ഫ്രം പാസ്റ്റ് സക്സസ് എന്നുള്ളതാണ്. ഇതിനെ മാസ്റ്റർ ചെയ്യാനുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് പാസ്റ്റിലേക്ക് പോയി നോക്കുക. എൻ്റെ ലൈഫിൽ ഇതിന്റെ മുന്നേയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതേ ഇമോഷൻസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ട്, അതിന് സമാനമായ ഒരു അനുഭവത്തിലൂടെ. അതിന് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിന് നിങ്ങൾ ഓവർകം ചെയ്ത സിറ്റുവേഷൻസിനെ ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു.
അയാള് ഒരു ഭാര്യയും ഒരു ഭർത്താവും 2 കുട്ടികളാണ് ഉള്ളത്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. ഈ 2 ആൺകുട്ടികളും നല്ല വികൃതിയുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു ആൺകുട്ടിക്ക് ഒരു 4 വയസ്സായിട്ടുണ്ട്, മറ്റൊരു ആൺകുട്ടിക്ക് ഒരു 7 വയസ്സായിട്ടുണ്ട്. ഇവർ ഇവിടുന്ന് ഇങ്ങനെ വികൃതി കാണിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നില്ല, ഭക്ഷണം ഞാൻ കൊണ്ടുവച്ച അവർക്ക് ഗസ്റ്റുകൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ബേക്കറി ഒക്കെ അവരെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അവരവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നു. അപ്പൊ അവരുടെ അമ്മയും അച്ഛനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, ഒന്ന് ശ്രദ്ധിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ അമ്മനോടും അച്ഛനോടും പറയുന്നുണ്ട്, അത് കുട്ടികളല്ലേ, പോട്ടെ, സാറില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളെന്താ പറയാ ഇതേ ഒരു സിറ്റുവേഷനിൽ? നിങ്ങൾ എന്താ പറയാ? കുട്ടികൾ അവിടെ ജ്യൂസ് എടുത്ത് കുടിക്കുന്ന, അങ്ങോട്ട് ആക്കുന്ന, അവിടെ കൈയിട്ട് ആ ബേക്കറി എടുക്കുന്ന, ഈ ബേക്കറി എടുക്കുന്ന, നിങ്ങൾ എന്താ പറയാ? ഞാൻ പറയുന്നതിനാണ് പറയാം, കുട്ടികളല്ലേ, പോട്ടെ, നമുക്കറിയില്ലേ, അത് കുട്ടികളല്ലേ എന്ന് പറയാം. ഞാൻ അങ്ങനെ പറയും. നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഇതേ കാര്യമാണ് പറയാച്ചെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? സെയിം എന്ന്, ഡിറ്റോ എന്ന്, ഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് ഞങ്ങളും പറയാം. അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് പറയുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെന്നോട് പറയാം. കേൾക്കുന്നില്ലേ? ഹലോ? ഇത് തന്നെയാണ് നിങ്ങൾ പറയാം. ഇനി ഇതേ സാധനം തിരിച്ച് ചിന്തിച്ചേ. നിങ്ങൾ വേറെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോവാണ്, നിങ്ങളുടെ മക്കളാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതേ 4 വയസ്സും 7 വയസ്സും പ്രായമുള്ള മക്കളാണ്. നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ കൂളായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ദേഷ്യപ്പെടുമോ? നീ ഒന്ന് അടങ്ങിയിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കണ്ടേ? മറ്റുള്ള ആളുടെ മുന്നിലൊക്കെ എന്നെ മാനം കെടുത്തുകയാണോ? ഇങ്ങനെ നമ്മൾ മക്കളെ നൈസായിട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ അവനെ നമ്മൾ ഉപദേശിക്കോ, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ കുട്ടിയല്ലേ, അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ബേക്കറി ചെയ്യട്ടെ, അവനവിടെ അനുസരണം ഇല്ലാതെ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾ ചെയ്യുക? ദേഷ്യപ്പെടും. ഒരേ സിറ്റുവേഷൻസിൽ നമ്മൾ 2 രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. നമ്മൾ ഇമോഷൻസിനെ നമ്മൾ 2 രീതിയിലാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷൻസ്, ഏത് ഇമോഷൻസും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഇമോഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, മുന്നേ എനിക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ടുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്, ആങ്സൈറ്റി ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തെന്ന് ആലോചിച്ച് നോക്കാം. ഒരാളുടെ ലൈഫിൽ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ലൈഫിൽ ഒരു 10 സക്സസ്ഫുൾ ആയിട്ട് സംഭവങ്ങൾ എഴുതാൻ പറയും. അപ്പൊ അവർ പറയും, ഞാൻ സക്സസ്ഫുൾ ആയിട്ടൊന്നുമില്ല സാർ. ചോദിക്കും, ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ 10 എഴുതാൻ പറഞ്ഞാൽ 50 എണ്ണം എഴുതി വരും. ശരി, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ സ്പോർട്സിൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലബ്ബിൽ അവിടെ മത്സരം നടത്തിയപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഞാൻ പറയും, ഇതൊക്കെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറയും, മൈ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ റെസ്യൂമിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവരുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് ഉണ്ടായപ്പോൾ ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഡിപ്രഷൻ ആവാം, ഒറ്റപ്പെടലാവാം, സങ്കടമാവാം, നിങ്ങൾ തളർത്തുന്ന എന്ത് കാര്യങ്ങളും ആവാം, ഞാൻ എങ്ങനെയാണ് ഇതിന്റെ മുന്നേ അതിൽ ഓവർകം ചെയ്തതെന്ന് മനസ്സിലാക്കാനാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അല്ല, 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ അഫോർമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. നമ്മൾ ഈ അഫോർമേഷൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യാം, അതിനുള്ള ഒരു ബേസിക് തന്ത്രങ്ങൾ മാനേജ് ചെയ്യാം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡായിട്ട് അറിയപ്പെടുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം. മെഡിറ്റേഷൻസ് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നതിനൊക്കെ മെഡിറ്റേഷൻസ് എന്ന് പറയാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗ്രൂപ്പ് മെഡിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അത് നല്ലതാണ്, ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നല്ലൊരു സ്ഥലത്ത് ഇരിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് കൂളാവുക. ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടിപ്സ് ആണെന്ത്? ഒന്ന് കണ്ണടക്കുക. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് കണ്ണടക്കുക. കണ്ണടച്ചതിന് ശേഷം ഒരു 3 തവണ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒന്ന് കണ്ണടച്ചതിന് ശേഷം 3 തവണ വെറുതെ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ റിലാക്സ്ഡ് ആവുന്ന, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ടെക്നിക്കാണ് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഇവിടെ ഇങ്ങനെ കൈ വെക്കുക, ചെസ്റ്റിനോട് ഇങ്ങനെ കൈ വെക്കുക.
കൈവച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഐ ക്യാൻ മാനേജ് ദി സിറ്റുവേഷൻസ് എന്നുള്ളതോ, അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ളതോ, നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ എന്താണ് ഐ ആം ഹാപ്പി എന്നുള്ളതോ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കാരണം എന്താ, നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താ, സ്റ്റിൽ വി ആർ അലൈവ്. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വി ക്യാൻ ബ്രീത്ത്. ആ ബ്രീത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം കിടക്കുന്നത്. ആ ബ്രീത്ത് പോയി കഴിഞ്ഞാൽ പോയി. അത് ചെയ്തിട്ട് നമ്മളൊന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് റിലാക്സ് ആകും. പിന്നെ പല ആളുകൾക്കും പല ടെക്നിക്കായിരിക്കും. ചില ആളുകൾക്ക് പാട്ട് കേൾക്കലായിരിക്കും, ചില ആൾക്ക് ഫ്രണ്ട്സിനെ വിളിക്കും. നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ ഒരു പ്രത്യേക ഇമോഷൻസ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് പോയി കഴിഞ്ഞാൽ, അതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് ഇന്ന തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ പറ്റും. ഓരോ ആളുകൾക്കും ഓരോ ഡിഫറെന്റ് ഏരിയ ആയിരിക്കും. നിങ്ങൾ കോമൺ ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു 2-3 പേർക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാം. ചില വേറെ ആളുകൾക്ക് അതൊരു പിന്നെ ഉപകാരമായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞിട്ട് തുടങ്ങി. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറയുന്നത്, മൂഡിനെ ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടക്കുമ്പോഴാണ് എനിക്ക് നല്ല ഫീലിങ്സ്, എനിക്കൊരു ബാഡ് ഫീലിങ്സ് അടിക്കുന്നത്, അല്ലെങ്കിൽ ബാഡ് ഇമോഷൻസ് വരുന്നത്, ഉടനെ ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ട് ചിലപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ പോയിട്ട് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകും. ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്ത് പോകും, ചിലപ്പോൾ ചായ കുടിച്ചു വരും. ക്ലിയർ ആയോ? ഇതേപോലെ നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊരു ബാഡ് ഇമോഷൻസ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ബേസിക് മെത്തേഡ്. ചില ആളുകൾക്ക് സുഹൃത്തുക്കളെ വിളിക്കലാവാം, സിനിമ കാണലാവാം, പുസ്തകം വായിക്കലാവാം. എന്താണ് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്? ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. ബഷീർക്ക് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാറുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ടെക്നിക്ക് എന്ന് പറയുന്നത്. വേറെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. മണിസാർ മ്യൂസിക് കേൾക്കാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും പറയാം നിങ്ങൾ എന്താണ് ചെയ്യില്ലെങ്കിൽ നിങ്ങളത് ഇങ്ങനത്തെ ഒരു മെത്തേഡ്സ് ഉണ്ടാക്കിയെടുക്കണം. നിർബന്ധമായിട്ട് നമുക്കൊരു മെത്തേഡ്സ് ഉണ്ടായിരിക്കണം. കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ദിവ്യ ചെയ്യുന്നത് 100 to 100 വരെ കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ അത് നല്ലൊരു മെത്തേഡാട്ടോ. നമ്മളെ ഇത് ചെയ്യാനുള്ള കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്യുന്നത് 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 89 എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമ്പോൾ ചെയ്യും. ഉണ്ണികൃഷ്ണൻ മ്യൂസിക് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കും. സർ, ഞാനാണെങ്കിൽ പാചകം ചെയ്യും. വീട്ടിലാണെങ്കിൽ അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും, എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതങ്ങ് മാറും. മേഘമം ചെയ്യുന്നത് എന്താണ്, പാചകം ചെയ്യും. വലിയ മെത്തേഡാണത്. പാചകം ചെയ്യാന്നല്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അലക്കാനുണ്ടെങ്കിൽ പോയി അലക്കിയേക്കുക, വീട് ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇമോഷൻസ് മാറും, നമ്മൾ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യും. പ്രബോഷാണ് ഗെയിം കളിക്കുകയാണ് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സിനെ വിളിക്കും, ചിലപ്പോൾ മിണ്ടാതിരിക്കും. ഓക്കെ, സൈലന്റ് ആവും. ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണം, ആ കാര്യം ചെയ്താൽ കൂടുതൽ നിങ്ങൾ അതിലേക്ക് പോകരുത്. പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അത്. ക്വിക്ക് റിലീഫ് നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകൾ കേൾക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മ്യൂസിക് ആണെങ്കിൽ എല്ലാ മ്യൂസിക്കും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മ്യൂസിക് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ഒരു മ്യൂസിക്കാണ് ജാക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ഒരു പാട്ടുണ്ട്. ഓക്കെ, ആ പാട്ട് ഞാനിങ്ങനെ എടുത്ത് കാണും. ജാക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ഓക്കെ, തളരുകയില്ലാണ്ട് ഒരു പാട്ട് കാണും. അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു തമിഴ് പാട്ടുണ്ട്, ഉന്നാൽ മുടിയും തോയ എന്ന് പറയുന്ന ഒരു പാട്ട്, എ റഹ്മാൻ എഴുതിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഓക്കെ, ഈ രണ്ടുമാണ് ഞാൻ മ്യൂസിക് സംബന്ധമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യല്. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഉറക്കെ നമ്മൾ സംസാരിക്കുക. ഇങ്ങനെ ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നിട്ട് നമ്മൾ കൈ കാലൊക്കെ തട്ടിയിട്ട് നമ്മളെ ബോഡി എങ്ങനെ ചലിപ്പിക്കുക. നിങ്ങൾ ഏതോ രീതിയിലായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാനാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമാൻഡ് കൊടുക്കുക, അഫർമേഷൻസ്. ഇതൊക്കെയാണ് ഞാനും ചെയ്യുന്ന മെത്തേഡ്. ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമന്റിൽ നോക്കാം. അവസാനമായിട്ട് എന്ത് ചെയ്യാം, അവസാനമായിട്ട് ചെയ്യേണ്ട സംഭവം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വെച്ചിട്ട് അതിനൊരു ആക്ഷൻസ് എടുക്കുക. ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം, അടുത്ത സെഷൻസിൽ പറയാം. എങ്ങനെയാണ് നമുക്ക് വരുന്ന അടുത്തൊരു സെഷൻസിൽ, അല്ലെങ്കിൽ ഞാൻ അടുത്ത സെഷൻസ് എടുക്കുന്ന സമയത്ത് അഥവാ വിട്ടുപോയി കഴിഞ്ഞാൽ ചോദിക്കുക. ഇതിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ എങ്ങനെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ് ചെയ്യുന്നത്, ഫിയർ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് മെസ്സേജാണ് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നും ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മെസ്സേജസ് ആണ് തരുന്നത് എന്നുള്ളതുണ്ട്. അത് നമുക്ക് അടുത്തൊരു സെഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, ഓരോരോ നമ്മളെ സാധാരണ നോർമൽ ഉണ്ടാവുന്ന ഇമോഷൻസ് ഒക്കെ നമുക്ക് എന്ത് മെസ്സേജസ് ആണ് തരുന്നത്.
അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാരണങ്ങൾക്കും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചോ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. സേഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. എന്റെ ചുറ്റുപാടുകളോ എന്റെ മാതാപിതാക്കളോ എന്റെ ആരുമല്ല. എന്നിലുണ്ടാവുന്ന ഫീലിങ്സുകളും ഇമോഷൻസും ചിന്തകളുമാണ് എന്തിരിക്കുന്നത് എന്നിലേക്കുള്ള ഓരോ കാര്യങ്ങളും അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇമോഷണലി ആവുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വൈബ്രേഷനിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളിൽ എനിക്ക് എങ്ങനെ അത് കിട്ടുമെന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് അത് ഡിസർവ്ഡ് ആണ് എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. എന്ത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ ഉള്ളിൽ എനിക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഈ അർഹത ഉണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്കൊരു ദിവസം 34,000 മുതൽ 64,000 വരെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. ഈ ചിന്തകളൊക്കെ ഏതാണ് എന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഐ ആം ഫീലിംഗ് റൈറ്റ് നൗ. ഇപ്പൊ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്റെ ഇമോഷൻസ് നല്ലതാണോ ചീത്തയാണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മൂഡ് നല്ലതാണോ ചീത്തയാണോ. മൂഡ് ചീത്തയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് ആ മൂഡ് നിങ്ങൾ മാറ്റുക. ഇതാണ് ഇതിന്റെ മാസ്റ്ററിങ് ചെയ്യാനുള്ള 6 കാര്യങ്ങൾ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള അതിന്റെ ടൂൾ എന്ന് പറയുന്നത് അതാണ്. എന്റെ മൂഡ് ശരിയല്ല എന്ന് തോന്നുന്ന ആ പെർട്ടിക്കുലർ മൊമെന്റിൽ ആ മൂഡ് ശരിയാക്കേണ്ടത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇന്ന് മൺഡേ ആണ്, എനിക്കൊരാഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ട്യൂസ്ഡേ ആണ്, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫ് ഇനിയും ഇതേപോലെ തന്നെ പല പ്രശ്നങ്ങളിലേക്ക് പോകും. എന്റെ മൂഡ് ചേഞ്ചസിനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന മൊമെന്റിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, ഞാനല്ല, എന്റെ ഭർത്താവാണ്, ഭാര്യയാണ്, മക്കളാണ്, എന്റെ ടീച്ചറാണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ ഈ ഫാമിലി ജനിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറ്റപ്പെടുത്തിയിരിക്കാം. ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, നിങ്ങളെ ഇമോഷൻസിന് മാനേജ് ചെയ്യാൻ പഠിക്കുക, ഫീലിങ്സ് നല്ലതായിരിക്കുക, മാക്സിമം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാത്ത ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ വരും. വളരെ സിമ്പിൾ ഒരു സെന്റൻസിൽ നമ്മളെ പൂർവികർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ചാരിയാൽ ചാരിയത് മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മറക്കും. മീൻസ് ആ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ആ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും? മേക്ക് ചെയ്യും. അപ്പൊ നല്ല മെസ്സേജസ് ലഭിക്കുന്ന നല്ല കൂട്ടുകാരെ ശ്രമിക്കാനും അതേപോലെ നല്ല രീതിയിൽ ഇമോഷൻസ് ആക്കാനും അതിനു വേണ്ട നല്ല പുസ്തകങ്ങൾ വായിക്കാനും അതിനു വേണ്ട വീഡിയോസ് കാണാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അല്ലാത്ത ആളുകളിലേക്ക് ബാഡ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് യുവർ ഡിസിഷൻ. യു വാണ്ട് ടു മാനിഫെസ്റ്റ് ഗുഡ് തിങ്സ് ഓർ ബാഡ് തിങ്സ്? ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ് റൈറ്റ് നൗ. താങ്ക് യു ഓൾ. Thank you, sir. Thank you. ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പുതുതായിട്ട് ജോയിൻ ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ജയരാജൻ സർ. ജയരാജൻ സർ. ഓക്കെ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല. ഹാദി സർ. ഇല്ല. ഹലോ Hello. Hello. Sindhu Bhai. ഹലോ മാജിക് മോർണിംഗ്.
നല്ലൊരു സെക്ഷനാണ് സാർ എടുത്തത്. കാരണം എല്ലാരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് അത്, ഈ ഇമോഷൻസ്. കാരണം വീട്ടില് ദേഷ്യം പിടിക്കാത്തവര് ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് സാറ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, നമ്മളെ ശബ്ദത്തിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങളാണ്. പണ്ടുള്ള ആൾക്കാർ പറയണേക്കാം, എടാന്ന് വിളിക്കുകയാണെങ്കിൽ കൂറ്റ് നന്നാക്കി വിളിക്കുന്നു പറയും. അപ്പൊ നമ്മളെ ശബ്ദത്തില്, നമ്മളെ ടോണിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളെ വീടുകളിൽ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഇതിന് പറ്റിയ നല്ലൊരു കുറെ മാർഗങ്ങൾ സാർ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, Sindhu ma'am. നല്ല ക്ലാസ് ആയിരുന്നു sir. ഈ ഇമോഷൻ ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. ഞാനിപ്പോ അടുത്തൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു സിഇഒനൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾ അക്കാഡമിക്കലി എല്ലാം ക്വാളിഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളെ കഴിവ് വേറെ കമ്പനിയിൽ തെളിയിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ കോടികൾ ശമ്പളം കൊടുത്തിട്ടാണല്ലോ ഇവരെ വിളിക്കുന്നത്. അപ്പം അതില് HR ടീം എടുക്കുന്ന ഒരു ട്രിക്കാണ് അത്ര 1 hour ഡ്രൈവ് ചെയ്യാന്ന് ഇയാളെ കൊടുത്തിട്ട്. ആ ഡ്രൈവിങ്ങിൽ ഇയാളെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അയാൾ എങ്ങനെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇമോഷൻ കൺട്രോൾ പണ്ടൊക്കെ IQ-ന് ഇനി പ്രാധാന്യം, ഇപ്പൊ EQ-നാണ്. അപ്പൊ ഇമോഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് വളരെ നല്ല ഒരു പരിപാടിയാണ്. സാർ അതിനുള്ള ട്രിക്സ് പറഞ്ഞു തന്നതിൽ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർക്ക. ഒരു ട്രാഫിക് ഇമോഷൻസ് മനസ്സിലാക്കി, പ്രത്യേകിച്ച് മാനുവൽ ഡ്രൈവിംഗ് അല്ലെ. മാനുവൽ ഡ്രൈവിംഗ് വണ്ടി കൊടുക്കണം, എന്നിട്ട് ട്രാഫിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരാളെ ക്യാപ്പബിൾ ആണോ അല്ല നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ട്രാഫിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ. താങ്ക് യു ഓൾ. മുഫീദ. ഓക്കെ, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല, എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ട് സാറുടെ സെഷനോട് കൂടെ എന്ന് കരുതുന്നു. അപ്പോ ഇന്ന് ഈ ഒരു ബിമാജിക് ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും, അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ എടുത്ത സേഫ് സാറിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നാളെ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു സർ.